ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് 1/2 കിലോ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് രണ്ടാം പാലും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ചിക്കൻ ഒരു 1/4 ഭാഗം വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരു 10 അണ്ടിപ്പരിപ്പ് 1 കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാലും ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിനായിട്ടുള്ള പച്ചമുളക് ഞാനൊരു 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 1-2 മിനിറ്റും തിളപ്പിച്ചെടുത്താൽ മതി. കൂടുതൽ സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കറിയൊക്കെ ഒന്ന് തിക്കായിട്ട് വന്നാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ചൂടോടെ അപ്പത്തിൻ്റെയും പത്തിരിയുടെയും കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. നല്ല ഈസിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ.